ആദ്യം ഒരു സർപ്രൈസ് മുന്നേ വെച്ച് പറയേണ്ട ഒരു മനസ്സുണ്ടല്ലോ. വൈബാക്കാൻ പോവാ റിപ്പാനായിട്ട്. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ വീക്കെൻഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് വെറൈറ്റി പിടിച്ചിട്ട് കിൻഡർ ഗാർഡനിലേക്ക് പോകും. കിൻഡർ ഗാർഡനാ? അല്ല, മിറാക്കിൾ ഗാർഡൻ. സാറ്റർഡേ ആണ്, പാക്ക് ഓഫുള്ള ഡേ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പുറത്ത് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. മിറാക്കിൾ ഗാർഡന് പോകണ്ട. അപ്പോൾ ഇൻഷാല്ലാ പോവുകയാണെങ്കിൽ മിറാക്കിൾ ഗാർഡൻ കാണാം. ഞാൻ ചെറുതായിട്ട് വർക്ക് ഫ്രം ഹോം ആണ്, അപ്പോൾ വർക്കിങ്ങിലാണ്. സോ നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ. അതെ, ഇവർ വന്നിട്ട് കുറേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വ്ളോഗൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇന്ന് മിഥുനായിട്ട് എൻ്റെ ഉമ്മാനായിട്ട് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോകുന്ന വ്ളോഗാണ്. അപ്പോൾ അടുത്ത സ്പോട്ട് എത്തിയിട്ട് കാണാൻ ഗൈസ്. ഫുഡ് സ്പോട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ രസകരമായ കുറേ സാധനങ്ങൾ കാണുമ്പോൾ അത് കൂടി ഇട്ടു. ഓക്കെ, ശരി എന്നാ, ബൈ. ഫുഡ് കഴിക്കാൻ പോകണ്ടോ? അല്ല, ഫുഡ് കഴിക്കാൻ ആദ്യം ഒരു സർപ്രൈസ് മുന്നേ വെച്ച് പറയേണ്ട ഒരു മനസ്സുണ്ടല്ലോ. ആൾക്കാർ സർപ്രൈസ് പറയണ ഏപ്രിലല്ലേ? അപ്പോൾ ഗൈസ്, ഏപ്രിൽ 20 മദർ തെരേസാസ് ബർത്ത്ഡേ ആണ്. മറ്റേ മദർ തെരേസ അല്ല, ഞങ്ങളുടെ മദർ തെരേസ. അപ്പോൾ ഗൈസ്, നമ്മുടെ അൻവർ ലക്ഷറി ജ്വല്ലറി എന്തോ സ്ഥലത്തെത്തിക്കണേ. ഇവിടെയാണ് ഉമ്മച്ചിക്ക് സമ്മാനം കൊടുത്തിരിക്കുന്നത്, അല്ല സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നത്. അയ്യോ. അപ്പോൾ ഗൈസ്, ഉമ്മച്ചിനെ നമ്മൾ സർപ്രൈസ് ആക്കാൻ പോകുന്നു. ഞാനെന്താ പറയാ, പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. സർപ്രൈസ് ആക്കാം കൊണ്ട് വന്നിട്ട് എന്തേലും പറയും. എന്താ പറയണ്ടേ? സർപ്രൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അൻവർ ജ്വല്ലേഴ്സിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ഉമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കണം. സർപ്രൈസ് ടൈം. ഒരു സർപ്രൈസ് ഉമ്മ ഇവിടെ നിൽക്കുമ്പോൾ സർപ്രൈസ് വരട്ടെന്ന്. എന്നാലും ഉപ്പച്ചിക്ക് കുറച്ച് മാറ്റി പിടിക്കായിരുന്നല്ലേ. ബോസിൻ്റെ ഭാര്യക്ക് സ്വർണ്ണം എടുക്കാൻ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, ഓക്കെ 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 സ്വർണം എടുക്കാൻ തുടങ്ങി. അയ്യോ, അൻവറല്ല, വേറെ ആരും. അപ്പോൾ ഗൈസ്, കടന്നു ചെറുതായിട്ട് മാറിപ്പോയി, വേറെ അൻവറായിരുന്നു. എത്തി അൻവർ ലക്ഷറി. ഇവിടെ തന്നെ അല്ലോ പിന്നെ. ഇവിടുന്ന് ഏതോ എടുക്കുകയാണ് ഗൈസ്. ഇവിടെ വലിയ വലിയ സാധനങ്ങളുള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെയല്ല, സ്ഥലം മാറിപ്പോയി. കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഗൈസ്, കുറേ ഗോൾഡ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. 300 അയിത്തൊരു മാലയ്ക്ക് 34 ദിർഹംസ്, അത്രയേ ഉള്ളൂ.
നമ്മൾ എടുക്കാൻ അങ്ങനെ ആവൂലേ ഉണ്ടാവും. അപ്പം അങ്ങനെ ആവൂലേ അതിലെന്തോ വ്യത്യാസമുണ്ട് ചില എന്തായി കണക്കൂട്ടി അവരെന്തായി എന്തോ ഒരു അടിപൊളി സാധനങ്ങൾ ഗൈസ്. പക്ഷെ നല്ല വിലയാണ് ഇതിനൊക്കെ. ഒറ്റ 10, 100, 1000, 10,000. അപ്പോൾ 24,799 രൂപ ഇതിന്. ഓ അപ്പോൾ കുറേ ഉണ്ട് ഗൈസ്. നമ്മള് പിന്നെ കട മാറി ഗൈസ്. എന്ത് അതല്ല പിന്നെ കട മാറിയാ ഇത് വേറെ കട ഗൈസ്. ഇതൊക്കെ ഗൈസ് ആർക്കടെ ഇത്ര വലിയ സാധനം? ഇതൊക്കെ ആരെങ്കിലും ഇടുവോ? അടിച്ചിത് കണ്ട വലിയൊരു സാധനം. ഇപ്പൊ ഗൈസ് ഏതെടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഗൈസ് ഇവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന എസ്കലേറ്റർ കണ്ടോ? ഇവിടെ അയ്യോ ആ ശരി. ഇത് ലോകത്തിലെ വെച്ച് ഏറ്റവും ചെറിയ എസ്കുലേറ്റർ. നമ്മൾ നേരടിയിലേക്ക് പോവുകയാണ്. നമ്മളിന്ന് വന്നിട്ട് വേറൊരു സ്ഥലവും കിട്ടാണ്ട് ഇവിടെ വന്നു. ഇതേത് സ്ഥലം? ഇത് അൻവർ തന്നെ. ഇത് അൻവറ. ഇത് അൻവറ. ഇത് അൻവറാണോ? അടാ ഇത് ഗസ്റ്റായി. ഇത് മറ്റേ സാധനം കോമ്പസ് അല്ലേ? ഇത് കോമ്പസിൻ്റെ പോലെ. കോമ്പസ് തന്നെയല്ലേ? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കണേ. WS M അല്ല WE M അല്ല. നല്ല രസമുണ്ടല്ലേ ചങ്ങലൊക്കെ അടിയിൽ. ഇതിൻ്റെ ചങ്ങല അടിയിൽ കഴിച്ചു. ഇതിൻ്റെ ചങ്ങല വെറൈറ്റി സാധനങ്ങൾ കഴിച്ചു. ചങ്ങലൊക്കെ ചങ്ങല കോമ്പസ്. ഇവിടെ കോമ്പസ് കാണാൻ കോമ്പസ് ഗൈസ്. അതൊക്കെ ഇഷ്ടമായി. കോമ്പസ് ഉണ്ട്. കോമ്പസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തതാ മോതിരം. ചങ്ങല മോതിരം. കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. ഗോൾഡ് നോക്കില്ലേ? അവസാന ഘട്ടമായി മിഥുമോൻ തളർന്നിരിക്കുന്നു ഗൈസ്. മിഥുമോൻ തളർച്ചയിലാണ്. എന്ത് ചെയ്യാന്ന്? അയ്യോ ഫുഡ് കഴിച്ചാൽ റെഡിയാവും. സോ സമയം ഇപ്പോൾ 2:38. എന്താ ഫുഡ് എന്താ ഉണ്ട്? ബിരിയാണി. വെറൈറ്റി എന്ത്? നോക്കാം. അപ്പം ഇനി കരാമേ കൊണ്ടുപോകും. അവിടെ വിദൂരതയിൽ ഗോൾഡ് ചെക്കിങ്ങും എടുക്കലും നടക്കുന്നുണ്ട്. സോ നമുക്ക് അടുത്തതിലെത്തിയിട്ട് മറ്റു സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കമ്മല് ധരിക്കണം. ഇതൊരു സ്വർണം അല്ല. ഇത് സ്വർണ്ണല്ലല്ലോ. ഇത് നിങ്ങൾ ഇട്ടിരുന്നല്ലേ? അതല്ല, ഇതാണ് എവിടെ നോക്കുക. ഇങ്ങോട്ട് വായോ. അപ്പൊ കഴിച്ച് ഇതല്ല സ്വർണ്ണം. ഇത് ചിട്ടോണ്ടിരുന്നിരുന്ന കമ്മലാണ്. ഇത്ര ദൂരം അവിടെ സൂം ചെയ്യുമ്പോൾ തിമ്മ എന്തെങ്കിലും ആവൂല. ഞാനത് ക്ഷീണിച്ചിട്ടുണ്ട്. ഉറക്കൊക്കെ വിശന്നിട്ട് വയ്യ. അയ്യോ അമ്മച്ചിൻ്റെ സ്വർണം.
സ്വർണം. വൗ. എനിക്ക് ഇനി സ്വർണ്ണമൊക്കെ വാങ്ങണം. ഈ ജോയ് ഹലുക്കാസിലൊക്കെ വന്നു അൽവാർ ലക്ഷറിയിലൊക്കെ വന്നിട്ട് സ്വർണ്ണം കൊടുക്കാം. അടിപൊളി സ്വർണ്ണങ്ങളൊക്കെ. നറൂട്ടോൻ്റെ മെയിൻ ചിഹ്നം. എൻ്റെ ബാക്കിൽ കക്കാശി ഉണ്ട് ഗൈസ്, കാണിച്ചാണ്. ഇച്ചൻ്റെ ബാക്കിലുള്ള കക്കാശിനെ കാണിച്ചിട്ടുണ്ട്. അമ്മച്ചിൻ്റെ ഗോൾഡ് അമ്മച്ചിൻ്റെ ഗോൾഡ് എന്താ പറയുക, മറ്റേ കമ്മല്. മിതു 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 ഉമ്മ ഹാപ്പിയല്ലേ ചോദിച്ചോക്ക്. ഉമ്മക്ക് ഇഷ്ടമായി. ഇഷ്ടമായില്ലേ? ഹാപ്പി അല്ലേ? ഇഷ്ടപ്പെട്ടു. സ്വർണ്ണല്ലേ? സ്വർണ്ണല്ലേ? സ്വർണ്ണല്ലേടാ ഇഷ്ടപ്പെടാൻ. കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഒരാളിവിടെ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. രാവിലത്തെ ഫുഡ് കഴിച്ചല്ലോ ജി. കുറച്ച് എന്നിട്ട് മൂടി വെച്ചിരിക്കണല്ലോ അവിടെ. ഞാനൊരു അലാറം വെച്ചു കുറച്ച് ദിവസം മുമ്പേ. അതിൽ കിട്ടിയ സർപ്രൈസാണ് പൊട്ട്. ഈ പൊട്ട് മാത്രമല്ല കഴിച്ചു, 2-3 വരണ്ട്. അലാറം അടിച്ചിട്ടല്ലേ നീച്ച്. ഫോൺ പൊട്ടിയെ കേട്ടിട്ടാണ് നീച്ച്. അങ്ങനെയല്ല ഈ വര മൈക്ക് പിടിക്കുന്നാണ് കേൾക്കുള്ള നമ്മൾ പറഞ്ഞു. ഇടിമിന്നലേറ്റ പോലത്തെ വരകൾ കിട്ടിയത് അലാറം വെച്ചിട്ട്. പക്ഷെ അലാറം അടിച്ചിട്ട് ഞങ്ങൾ നീച്ചില്ല, ഫോണ് വീണ കേട്ടിട്ട് ഞങ്ങൾ നീച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ടേബിൾ മേരുന്ന് ബെറെന്ന് പറഞ്ഞ് നീങ്ങട്ടോ ഫോണ് പൊട്ടി. യെസ്, മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. എവിടെ മൈക്കോടല്ലേ? മൈക്ക് ഓണാക്കിട്ട് ഇതാണ് കൈ വരലുമ്മ. ഈ റിങ് എടുത്തിട്ടുണ്ട്. ഇതാ ഇതെടുത്തിട്ടുണ്ട്. ഏത് ഏത്? ആ പച്ചേ ഇതാ ഇതാ. ഞാൻ ചോദിച്ചു എന്തിനാ? എന്താ ഞാൻ പെണ്ണല്ലേ? ഇവിടുന്നില്ല അന്നപ്പോ കൊടുക്കട്ടെ. ഇതോ എന്താ ഫോട്ടോ എടുക്കണ്ടേ? അത് കൊടുത്താളി അത്ര മതി. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കണേ ലേറ്റ്. ഇങ്ങോട്ട് നോക്കി ആന്നും പറയണ്ട. എല്ലാം പോലെ എടുക്കും. ശരിയുണ്ട് ഉണ്ട്. ഇങ്ങനെ അടിക്കുക. ഇതോട്ട് ചെയ്യും. കഴിക്കും. അങ്ങനെ ഗിഫ്റ്റ് അഞ്ചണി ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. ഹാപ്പി അല്ലേ? എത്രാമത്തെ? 50ാമത്തെ വയസ്സിൽ 63 അന്നത്തെ കാലത്ത് ഈ വയസ്സിനെ കുറിച്ചൊന്നും അറിയാം. സർട്ടിഫിക്കറ്റും ഒന്നും ഇല്ലല്ലോ. 60 ആണോ? 63ാം വയസ്സിൽ മിഥുമോന് 4ാം വയസ്സിൽ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഒരു എനർജി ചെറുതായിട്ട് ഫുഡ് കഴിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. സോറി, ക്യാമറ എടുത്തില്ല, വണ്ടിയിലായിരുന്നു ക്യാമറ. അപ്പോൾ ഗൈസ് പിന്നൊരു കാര്യം, നമ്മുടെ ഗാർഡൻ പ്ലാൻ കൊളായിരിക്കുന്നു. ഇനി ഗാർഡൻ അടുത്ത പ്രാവശ്യം പോവാന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പ്രാവശ്യം ഗാർഡനിൽ പോവാം. ഇപ്രാവശ്യം പറ്റില്ല.